ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു അവധി ദിവസമാണ്, ഞാനൊന്ന് ഓഫീസിൽ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ കിച്ചണിൽ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഷന, എന്താണ് സംഭവം? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇന്ന് പ്രത്യേകതയല്ല, ഇന്ന് നിങ്ങൾ ലീവായോണ്ട് പുറത്തു പോകാന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പൊ ഉസ്താദിന് ഇന്ന് ചോറ് കൊടുക്കണം. അപ്പൊ പിന്നെ ചോറിന്റെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച്, അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോ തന്നെ സംഭവം എന്തൊക്കെയോ തകൃതിയിൽ പണി നടക്കുന്നുണ്ട്. കാണാത്ത ഒതുക്കിയിടാം. ഒതുക്കി ഇട്ടതിന് ശേഷം പുറത്തു പോകാം. എന്താണ് ഉണ്ടാക്കുന്നത്? ഇന്ന് ചിക്കൻ കറി. നമ്മളെ ചിക്കൻ ഇവിടെ അടുത്തേനുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ദൂരെ ഒന്നും പോണ്ട, തൊട്ടടുത്തേ നമുക്ക് ചിക്കൻ കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചേ നിങ്ങൾ ഉറങ്ങണതുകൊണ്ട് ഞാൻ ഇന്ന് മീൻ വാക്കിയാൻ വിളിച്ചില്ല. വിചാരിച്ച് ചിക്കൻ കറിയും ചോറ്, വരിതിളങ്ങിയ വിഴുക്ക് വരട്ടി, ചിക്കൻ പൊരിക്കണോ, പിന്നെ പപ്പടം, അച്ചാറ്, പിന്നെ എന്തെങ്കിലും കൂടെ കപ്പ ഉണ്ട്. അടിപൊളിയാണ്. വെച്ചിട്ട് അൽഫല ഇപ്പൊ ഇത്രയും നേരം ഇവിടെ നിന്ന് ഇപ്പൊ കോളം എന്തോ വന്ന് ഇങ്ങോട്ടും ഇപ്പൊ വരും. ഈ കാലുവേദന എന്ന് പറഞ്ഞതുകൊണ്ട് അൽഫലയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിക്കാന്ന് പറഞ്ഞേക്കാണ്. വന്നാ സന്തോഷം. ഫിദക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. ക്രിസ്മസ് ലീവ് ആയതുകൊണ്ട് ഫിദാക്ക് നേരത്തൊട്ട് ലീവ് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിലേ എണീക്കാൻ വലിയ മടിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിപ്പോൾ നമ്മൾ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ കുറവാണ്, നമ്മൾ എപ്പോഴും ഷോർട്സാണ് ഇടുന്നത്. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ലോങ് വീഡിയോ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം. നമ്മൾ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം അല്ലേ? നമുക്ക് നോക്കാം ലോങ് വീഡിയോ ഇട്ടിട്ട്. എത്തിയല്ലോ. ഞാൻ കാത് കുത്തി ഗൈസ്. ഓ അത് ശരിയാണ്, കാത് കുത്തി. അതിന്റെ ചെറിയ വേദന. എത്ര ആയി? 5-6 ആയില്ലേ ഇപ്പൊ? 1 2 3 4 5 ഇത് അഞ്ചാമത്തെ. നോക്കൂ കാണിച്ചോളൂ. ഇനി അതിൽ സ്ഥലമില്ല. പിന്നെ അൽഫല എന്താ ചെയ്യാമ്മ? അൽഫലാക്ക് എന്താണ് ജോലി? ഞാൻ നോക്കാൻ വന്നത്. ജോലിയുണ്ട്. ഇതാണ്ടേ ഇതൊക്കെ എക്സ്പയറി കഴിയണതിന് മുന്നേ കഴിച്ചു തീർക്കണം. ഇങ്ങനെയൊന്നുമില്ല, അൽഫല എല്ലാം ചെയ്യുക ചെയ്യും. അത് പറയില്ല. അത് കണ്ട് ആരെങ്കിലേക്ക് കല്യാണം ആലോചിച്ച അൽഫലാക്ക് 20 വയസ്സായപ്പോഴേ പറയുന്നു, ഉമ്മ എന്റെ നല്ല കാര്യങ്ങളൊന്നും പറയണ്ട, ചിലപ്പോ ആലോചനകൾ വന്നാലോ. ഇതൊന്നും അറിയാതെ കെട്ടണം, അപ്പൊ സർപ്രൈസ് കൊടുക്കാം. എന്തൊക്കെ ഉണ്ടാക്കുന്ന കാണിക്കണ്ടേ? കാണിക്കണ്ട. നീ എങ്ങനെ കപ്പ ഉണ്ടാക്കണതിന്റെ ആ ഒരു റെസിപ്പി പറഞ്ഞ? കപ്പ അവിക്കുക, എന്നിട്ട് അതിലോട്ട് കപ്പ കറി വയ്ക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ? കപ്പ കറിയാ ഇളക്കി എടുക്കുന്നത്. അതിലോട്ട് മഞ്ഞപ്പൊടിയും ഇടും, ഉപ്പും ഇടും, എന്നിട്ട് ചുമ്മാ അവിച്ചിട്ട് എങ്ങനെ വെള്ളത്തിലിട്ട് അവിക്കും. എങ്ങനെ അവിക്കും? അതിന് മുമ്പ് ഫസ്റ്റ് തൊട്ട് പറ. ആൾക്കാർക്ക് പറഞ്ഞുകൊടുക്കുന്ന റെസിപ്പി അറിയാണ്ട് നമുക്ക് കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരും. കപ്പത്തൈ വെക്കണം. കപ്പത്തൈ കടയിൽ പോയി വാങ്ങിച്ച് അത് കുഴിക്കാൻ സ്ഥലം വേണം. അപ്പൊ സ്ഥലം കണ്ടെത്തി അതിൽ കുഴി എടുത്ത് ഇത് നട്ട് നനച്ച് എടുത്ത് വളം ഇടണം. എന്നിട്ട് 6 മാസം വെയിറ്റ് ചെയ്യണം, അപ്പോഴത്തേക്ക് വ്ളോഗ് തീരും. അപ്പൊ എന്നിട്ട് വീണ്ടും കർഷകൻ വന്ന് അതിനെ കുഴിച്ചെടുത്ത് ചിലപ്പോ അത് മറ്റേ കീരി അടിച്ചുകൊണ്ടോ. നമ്മളിപ്പോ നമ്മുടെ വസ്തുവിൽ കുറച്ച് കപ്പയും വാഴയൊക്കെ നട്ടോ. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഓരോ ദിവസം ഓരോ കപ്പ മൂടെടുത്തിട്ട് നമ്മുടെ പെരിച്ചാഴി ഇങ്ങനെ ഓരോ മൂടെടുത്തിട്ട് നോക്കും, അതിലുള്ള കിഴങ്ങ് വെച്ചിട്ട് പോകും. കഷ്ടപ്പാടായി, വെറുതെ കഷ്ടപ്പെട്ടതായി പോയി. അങ്ങനെ എന്റെ കപ്പ പെരിച്ചാരി കൊണ്ടുപോയി, അതുകൊണ്ട് ഇന്ന് കപ്പ ഇല്ല. എടുത്തിട്ട് അതിൽ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ഇടുള്ളൂ. ഓ പണയി കുരുമുളകും മല്ലിപ്പൊടി ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി കാണൂല്ലേ എങ്ങനെയാണ് ഇന്നത്തെ പാചകം എന്നുള്ളത്. ബാക്കി നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം എന്താണെന്ന്. 11:30 മണിയായില്ലേ ചേന? കഴിയോ? എത്ര മണി കൊടുക്കാനുള്ളത്? 1 മണിയാവുമ്പോ കൊടുത്താൽ മതി. 1 മണിക്ക് ഫുഡ് കൊടുക്കാനുള്ളത്. 11:30 ആയി ഇപ്പൊ തമ്മിൽ ടൈം. അപ്പൊ എന്തായാലും ഞാൻ കൂടി ഇറങ്ങി സഹായിക്കാന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്യണം? ചീര അരിഞ്ഞാൽ മതി. ചീര അതിന് തോന്നുന്ന സമയം വേണം, കുറേ ടൈമേ. അതെ, കുറച്ച് നമുക്ക് എന്തായാലും നമുക്ക് ചീര അരിയാനുണ്ട്. പിന്നെ ചിക്കൻ്റെ വന്നിട്ടുണ്ട്. ചിക്കൻ നമുക്ക് അതിനെ കഴുകിയെടുക്കാം. ഞാനൊരു കാര്യം ചിക്കനും കഴുകി പിന്നെ കീരിയൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കാം. പിന്നെ അതെന്താണ്, കപ്പ അരിയണം. എനിക്ക് ഇങ്ങനത്തെ അരിയുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കപ്പ ഇതൊക്കെ അരിഞ്ഞു കൊടുക്കാനായിട്ട്. മീൻ കട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ചേന? മീനൊക്കെ ഞാൻ കട്ടി തരില്ലേ? ഉള്ള സത്യം ഉള്ളത് പോലെ തോന്നുന്നു.
നമ്മൾ രാവിലെ എപ്പോഴും എണീക്കുമ്പോഴേ ഓഫീസിൽ പോകാനൊക്കെ ടൈമായി പോകും നേരത്തെ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ടപ്പന മീനൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കുമ്പോൾ ഞാൻ മീൻ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ബാക്കിയെല്ലാം മസാലയൊക്കെ ശരിയാക്കിയിട്ട് അപ്പം തന്നെ ഓക്കെ ആക്കും. എന്നാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്കാകുമ്പം വലിയ പാടായി പോകും അല്ലേ ഞാൻ. പിന്നെ അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കും. നമ്മൾ ലോങ് വീഡിയോ ഇടാറില്ല, നമ്മൾ എപ്പോഴും ഷോർട്സ് ആണ്. അപ്പോൾ നമ്മുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി നമ്മുടെ ലോങ് വീഡിയോകൾ കാണാം. അത്യാവശ്യം നമ്മൾ ലോങ് വീഡിയോ ചെയ്താൽ നമുക്ക് പരിചയമില്ല, ഷോർട്സ് ചെയ്ത് മാത്രമേ പരിചയമുള്ളൂ. അതുകൊണ്ട് ചെറിയ കുട്ടങ്ങളെ കാണും, ശരിയായി വരും. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. നന്ദിയുണ്ട് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ചെയ്യാനുള്ള ഹാക്സ് നോക്കും. രാവിലെ നമ്മൾ പണി കിടക്കട്ടാ, സഹായിക്കാൻ പറഞ്ഞേ കിച്ചണിൽ ഉമ്മായ സഹായിക്കും. ഇപ്പോൾ വരും. ഡണ്ണെന്ന് കാണിച്ചേണ്ട, ഈ ഡണ്ണെന്ന് കാണിപ്പ് മാത്രമേ ഉള്ളൂ, മിക്കവാറും വരില്ല. ഒരു കാര്യം വെച്ചാൽ അവളെ കുറ്റം വേണ്ട കാര്യമില്ല. അവൾ നീ സത്യം എന്നിപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ രാവിലെ ഒരു 6 മണിക്കൊക്കെ പോകണം. 6 മണിക്ക് പോകണമെങ്കിൽ 5 മണിക്കൊക്കെ ഇവിടെ നിന്ന് എണീക്കേണ്ടി വരും. അപ്പോൾ രാവിലെ 5 മണിക്ക് കഴിഞ്ഞിട്ട് കുളിച്ച് ശരിയായിട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ രാത്രി വരുമ്പോൾ 10 മണിയാവും. കൂടെ നമ്മളും പോകണം, അതാ കുഴപ്പം. അപ്പോൾ ഇപ്പോൾ 15-ാം തീയതി കഴിയുമ്പോൾ ഷൂട്ട് കുറവായിരിക്കും, പിന്നെ ഷെഡ്യൂൾ കുറവാണ്. 1 to 15 ഷെഡ്യൂൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ ഷൂട്ടിൽ ചെന്നിരുന്നും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റയിൽ റീലൊക്കെ ഇടാൻ പറ്റും, പക്ഷേ യൂട്യൂബ് വീട്ടിൽ കൂടുതലും ചെയ്തേ പറ്റും. ലോങ് വീഡിയോ ഒന്നും ഇടക്ക് നടക്കണില്ല. ഒരുപാട് ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല, ടൈം കിട്ടാത്തതുകൊണ്ടാണ്. ചോദിക്കണം എന്ത് പറ്റി, ഒരുപാട് ദിവസം ക്ലാസ്സിൽ കയറണം, എല്ലാം കൂടെ ആവുമ്പോൾ എല്ലാം നടക്കില്ല. ഉറക്കം തന്നെ രാത്രി ഒന്ന് കിടക്കുമ്പോൾ 11 മണി 12 മണിയാവും. പിന്നെ രാവിലെ 5 മണിക്ക് എണീക്കണ്ടേ. അപ്പോൾ 5 ദിവസം ആകുമ്പോൾ തന്നെ ടയേർഡാവും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പുറത്ത് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ഉണ്ടാവുമല്ലോ, പുറത്തെങ്കിലും ഷോപ്പിൻ്റെ ഒക്കെ വർക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് പോകണം. എല്ലാ ടൈമും കൂടെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. സീരിയല് അഭിനയമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവള് പോണത്. അതുകൊണ്ട് പോകുന്ന കേട്ടാ. അതുണ്ടെങ്കിൽ രാവിലെ കറക്റ്റ് എണീക്കും, ഇല്ലെങ്കിൽ എണീക്കാൻ വലിയ പാടാണ്. ഇങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 10 മണിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മൊബൈലിൽ എന്തോ ഷോർട്സ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബാക്കി പണി നടക്കട്ടെ. ഇവിടെ ഞങ്ങൾക്ക് 3 മക്കളാണ്. ഒരാളാണ് ഈ കിടന്ന് വിളിക്കുന്നത്. എപ്പോൾ വീഡിയോ എടുക്കുമോ അപ്പോൾ അവൾ വീഡിയോ ഇടണം. അത് നമുക്കൊരു കുഞ്ഞു തത്തയുണ്ടേ. അത് മുമ്പ് നമ്മുടെ ബസ്സുവിൽ പോയപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. അവിടെ നിന്ന് ഈ കാക്കയൊക്കെ ഓട്ടിച്ച് കൊണ്ടുവന്ന് വിളയിട്ടത് ആകെപ്പാടെ മരിക്കാറായി, കുഞ്ഞായിരുന്നു കൂട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ എടുത്തിട്ട് അതിനെ സെർലാക്ക് കൊടുത്ത് വളർത്തി ഇതാക്കി വന്നതാണ്. പക്ഷെ അതിപ്പോൾ നമ്മൾ തുറന്നിട്ടാലും പോകും, പറന്നു പോകാൻ വന്നും പറ്റൂല. രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇപ്പോഴും അത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തുറന്നിങ്ങനെ അല്ലേ സംസാരിക്കുമ്പോൾ അപ്പോഴും തുടങ്ങും വിളി. അതിനെങ്ങനെ വിട്ടാക്കി നമ്മുടെ ഇങ്ങനെ കറങ്ങി നടക്കും തുറന്ന്, പക്ഷെ എങ്ങോട്ടും പോകില്ല. പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മളെ വലിയ കൂട്ടാണല്ലോ. ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവളാണ് ആദ്യം അറിയിക്കുന്നത്. ഒരു മനുഷ്യനെ വീട്ടിനകത്ത് കയറാൻ കഴിയില്ല. ഇത് നമ്മുടെ കിച്ചനെ കണ്ടില്ല, നല്ല അലങ്കോലമായിട്ടുണ്ടേ. എന്നിട്ട് പോലും പണിയുണ്ട്. ഇന്നലെ രാത്രി ഒന്നും ക്ലീൻ ചെയ്യില്ല. അപ്പോൾ നമ്മളൊന്ന് ഫുള്ള് നമ്മുടെ വീട് ക്ലീനിങ്ങും ഫുഡെല്ലാം ഉണ്ടാക്കിയാണ് വീട് ക്ലീനിങ് എല്ലാം റെഡിയാക്കി തുടച്ചിട്ടാലേ സമാധാനം വരും. കാരണം അൽഫലാലും കൂടെ ഷൂട്ടിങ്ങിന് ഫിദായ സ്കൂളിൽ വിട്ടിട്ട് ഞാനാണ് കൂടെ പോകുന്നത്. അപ്പോഴേ വന്നിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. പൊതുവേ ഞങ്ങള് സൺഡേ ആണ് വീട് തുടയ്ക്കുന്നതും ഡ്രസ്സുകളെല്ലാം മടക്കി വെക്കുന്നതും കിച്ചൺ ക്ലീൻ ചെയ്യണം. കിച്ചൺ ക്ലീൻ ചെയ്തിട്ടേക്കും ബാക്കിയൊക്കെ എല്ലായിടവും തുടപ്പും. മനസ്സിലായില്ല, അതായത് ഇന്ന് എനിക്ക് ബംഗാളി പണിയാണെന്ന് അർത്ഥം. അയ്യോ പാവം, ഇവരെ കൊണ്ട് ചെയ്യിക്കൂലേട്ടോ. കാരണം ഒരു സാധനം എടുത്ത് വെച്ചാൽ പിന്നെ എനിക്ക് അത് ഇവരെവിടെയാണ് വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ തന്നെ പറക്കി വെച്ചാലേ പറ്റുള്ളൂ. പിന്നെ തറ ക്ലീൻ ചെയ്യുന്നൊക്കെ സഹായിക്കുകയുള്ളൂ. ഫേവറേറ്റ് ജോലിയാണ് ഈ കപ്പ കട്ട് ചെയ്തും ചീര കട്ട് ചെയ്തൊക്കെ. ഇത് വരിതിളങ്ങിയ വിരിച്ചെടുത്ത് നല്ല എരിയാണ്. പച്ചമുളകും കീറിയിട്ട് സവാളയും വരിതിളങ്ങി. ഓക്കെ, നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരു ഇതായില്ലേ ചോറെല്ലാം ആയി. 12 കാലമായിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് കൊണ്ട് ഏകദേശമൊക്കെ ആയി. ഒരു മണിക്കകത്ത് എല്ലാം സെറ്റാവുന്നിരിക്കുന്നു. എന്നിട്ട് വേണം നമുക്കിതെല്ലാം ഫുഡെല്ലാം കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഒരുപാട് ദിവസമായി വീട് ക്ലീൻ ചെയ്തിട്ട്. നമുക്ക് നല്ല തിരക്കിലായതുകൊണ്ടാണ് വീട്. നമ്മളെന്ന് ഷൂട്ടും പുറത്തും ഡ്യൂട്ടിയും ഇതെല്ലാം കൂടെ ആയിട്ട് കുറേ ദിവസമായിട്ട് വീടെല്ലാം ക്ലീൻ ചെയ്യാതെ
അലങ്കോലമായിട്ട് സത്യം പറയാം. അപ്പോൾ ഇന്നെന്തായാലും അതെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ കാറൊന്ന് കഴുകാനുണ്ട്. കാർ ഞാൻ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കഴുകും. നല്ല ഡസ്റ്റ് ആയിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് കഴുകും. അത് കഴുകാനുണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട്. നമ്മുടെ ഫിദൂട്ടി ഇതുവരെയ്ക്ക് പറയാനില്ല. ഇത് നല്ല ഉറക്കമാണ്. സംഭവം എന്ന് പറഞ്ഞാൽ അവൾ ഈ ലീവാണെങ്കിലേ പിന്നെ ഒരു 12 മണി വരെ കിടന്ന് ഉറങ്ങും. രാത്രി നമ്മുടെ ഷൂട്ടും വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഇനി വിളിക്കാം. രാവിലത്തെ കാപ്പിയൊക്കെ അവൾ സ്കിപ്പ് ചെയ്ത്. ഫിദൂട്ടി ഫിദാ ഫിദാ ഫിദൂട്ടി ഇതുവേ എവിടെ പുതപ്പ് അത്ര കാണാനുള്ളൂ. എവിടെ ഇത് നോക്കിയാണ് വീഡിയോ നോക്കിയാണ്. കണ്ണോ കുറേടി കണ്ണോറേടി കണ്ണ് എവിടെ ഒന്നുമില്ല അതിനകത്ത്. ഹായ് ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് കഴിഞ്ഞ് ഗുഡ് ആഫ്റ്റർനൂണായി. നീ ഫുഡ് കഴിച്ചാ? പല്ലി കഴിച്ചാ? ഉറക്കഴിച്ചില്ല? വാ പോവാ. എണീറ്റോ നമ്മൾ ലോങ് വീഡിയോ ചെയ്യണതാ. എല്ലായിടത്തും ഹായ് പറ. വാ ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടായിരുന്നു. മെഴുക്ക് പുരട്ടി, ചിക്കൻ കറി, തോരൻ, അച്ചാറ്, കപ്പ. അതിങ്ങനെ പാത്രത്തിലാണ് കൊടുത്തുവിടുന്നത് കേട്ടോ. എന്താണ് പരിപാടി? ഫിദാക്ക് ഹെയർ കെട്ടിക്കൊടുക്കും. ഫിദാക്ക് ഹെയർ കെട്ടിക്കൊടുക്കുന്ന ഫുഡൊക്കെ കഴിച്ചാ ഫിദ? എന്താ കഴിക്കാത്ത? അപ്പം നമ്മൾ നല്ല അടിപൊളി ചോറും കറിയൊക്കെ കഴിക്കാൻ പോവാണ്. വേറെ എത്ര തിന്നോക്കളെ? I don't want cup. കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം ശരിയാക്കിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് കഴിക്കാനല്ലേ? എങ്ങനെയുണ്ട് അൽഫല? കഴിച്ചില്ല. കഴിച്ചോളൂ. കൊള്ളാമോ? നോർമൽ, ഗുഡ്, വെരി ഗുഡ്. കൊള്ളാം. ഇതാ ഫുഡ് കൊള്ളാം. ഇതാ കഴിച്ചാ? പുറത്ത് ആരോ ഒരാൾ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. വരൂ ജ്യൂസുണ്ടോ? വന്നോ? പുറത്ത് പോടാ, കേറല്ലേ? അടിപൊളി. 1 കോടി രൂപയുടെ ലക്ഷറി വാച്ച്. 1 കോടി രൂപ ലക്ഷറി വാച്ച്. ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് 2 ദിവസം കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകാന്ന് കഴിക്കുന്നല്ലേ? ആ സൂപ്പർ. ഇടി ഇപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് 2 ദിവസം താമസിച്ച് പോയി. ഇത് വേറെ നമ്മൾ സംഭവം സത്യം പറഞ്ഞ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അല്ലേ? അല്ല, ഞാൻ എവിടെ പോസ്റ്റ് പോലും കണ്ടില്ല. അണ്ണൻ മറ്റേ ആ സംഭവം ഇവിടെ ചുമ്മാ മോഡൽ ഷൂട്ട് ചെയ്താണെന്ന് അറിയത്തില്ല. ബർത്ത്ഡേ അറിയാത്ത ചേട്ടൻ. പക്ഷെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാച്ച്. ഞാനിത് ആഡ് ടു കാർട്ടിലാക്കിയിട്ടിരുന്ന സാധനമാണ്. ഇതെങ്ങനെ അറിഞ്ഞു? പുള്ളിക്കാരെ മന്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ വരാം. പയ്യന്മാരവിടെ തിരക്കായിട്ട് നിൽക്കുന്നത്. എനിക്കാണ് ഇനി ജസ്റ്റ് അടുത്ത ഷൂട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഇന്നലെ കൊണ്ടുവരാൻ വേണ്ടിയില്ല. വളരെ തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്ത് പറയാനല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ചിക്കൻ കറി?
ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി എങ്ങനെയുണ്ട് നിങ്ങളല്ലേ പറയാൻ. പറയായിരിക്കും ചിക്കൻ കറി സൂപ്പറായിരുന്നു. സത്യം ഉള്ള കാര്യം, ചിക്കൻ കറി സൂപ്പറായിരുന്നു. സൂപ്പർ വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്ക് ഒരുപാട് പേർക്ക് നമ്മളെ ചിലപ്പോൾ ആൾക്കാർ പുതിയ ആൾക്കാരായിരിക്കും വീഡിയോ കാണുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തേണ്ട നമ്മുടെ ചാനലിൻ്റെ പേര് അൽഫല ഫാമിലി എന്നാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്താണെന്നുള്ളത്. എന്നാലും നമുക്ക് ബാക്കി വീഡിയോസ് ഇനിയും നല്ല ഉഷാറോടെ തിരിച്ചു വരാൻ പറ്റും അല്ലേ. നമ്മുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടാവും, ഒരുപാട് സംശയങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ അത് നമുക്ക് പറയാം. അൽഫിയ അടുത്താണ്, അൽഫിയ ക്ലാസ്സിന് പോയി തോന്നുന്നു. അവളിപ്പോൾ +2 പഠിക്കുകയല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ അവധി ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അല്ലേ. ബാക്കിയുള്ള വിശേഷം പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് ചെറിയൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അത് പോയിട്ട് വൈകിട്ട് എനിക്ക് പുറത്ത് വേണ്ട ആവശ്യമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ പുറത്തോട്ടുള്ള യാത്ര ക്യാൻസൽ ചെയ്തു, നാളത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ബാക്കി വ്ളോഗുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ സ്ഥിരം നമ്മളെ കൂടെ കൂടിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇനിയും ഓക്കെ, ബൈ ബൈ.